സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയാണെങ്കിൽ ലോകത്തുള്ള ഈ സമ്പന്ന രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ഒക്കെയുള്ള സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ സ്വർണത്തിലുള്ള താല്പര്യം കുറയും. സ്വർണത്തിലേക്ക് പോയ ആ നിക്ഷേപം മുഴുവൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ സ്വർണത്തിൻ്റെ വില കുറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ 1,00,000 അടുത്ത് വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഔൺസിന് $4,000 എന്ന നിലയിൽ നിൽക്കുന്ന ഈ സ്വർണത്തിൻ്റെ ആ വില സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്താൽ സർക്കാരിൻ്റെ ബോണ്ടിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിലും ഓഹരി വിപണിയിലേക്കുമൊക്കെ ഈ അങ്ങോട്ട് പോയ നിക്ഷേപം തിരിച്ചൊഴുകും. അതോടുകൂടി സ്വർണത്തിൻ്റെ വില കുറയാം. ഇതാണ് അതിപ്പോൾ നടന്നു തന്നെ. ഇന്ത്യ സമ്പദ് വ്യവസ്ഥയും അഭിവൃദ്ധിപ്പെടുന്നതും നടന്നു തന്നെ. എന്നിട്ട് സ്വർണ്ണവില കുറയുന്ന നോക്കിയിരിക്കത്തേ ഉള്ളൂ. അങ്ങനെയൊന്നും ദാരിദ്ര്യാവസ്ഥ തീരാനാവുന്നില്ല. കാരണം വർദ്ധിച്ചു വന്ന ജനസംഖ്യ ഒന്ന്, പിന്നെ ഒടുക്കത്തെ സാധനത്തിന് സ്വർണത്തിൻ്റെ കാര്യം വിട്, ബാക്കിയുള്ളതിന് എന്താ തീ പിടിച്ച വില. ഓരോ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. സ്വർണത്തിന് വില കൂടുകയോ കുറയോ അത്ര രീതിയില്ല. അത് അത്യാവശ്യം കുറഞ്ഞു നിന്നാൽ മതി. സ്വർണത്തെക്കാൾ പ്രാധാന്യമല്ലല്ലോ മറ്റുള്ള ആഹാര സാധനങ്ങൾക്ക്. എല്ലാത്തിനും തീ പിടിച്ച വില. ഓരോ സർക്കാർ മാറി വരുമ്പോൾ നമുക്ക് വില കുറച്ച് വരും എന്നൊക്കെ ഓർത്തുണ്ട്. വില കുറയും എന്നൊക്കെ ഓർത്തുണ്ട്. നമ്മുടെ പ്രതീക്ഷ മാത്രം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. സ്വർണം പ്രാധാന്യമാണ്, അതിന് വേണ്ടാന്ന് പറയുന്നത്. വില കുറയാൻ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടണമെങ്കിൽ അതിന് മറ്റ് കാര്യങ്ങൾക്ക് വിലപ്പെടേണ്ടി വരും. മെച്ചപ്പെടണമെങ്കിൽ ആദ്യം തന്നെ ഭരണരീതികളൊക്കെ കുറച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഭരണരീതികൾ ചെറിയ ഭരണരീതികൾ, ചെറിയ വ്യവസായങ്ങൾ, അതൊക്കെ ഈ സർക്കാർ മുന്നോട്ട് വെച്ചാൽ മതി. ഈ പകുതി സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ലേശം പുരോഗതിയൊക്കെ വരുള്ളൂ. അല്ലാതെ അവിടെ കിടന്ന് മറ്റുള്ളവരെ രീതിയിൽ തിരിഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടില്ല. കാരണം ചെറിയ കൈത്തറി തൊഴിലുകൾ, അതായത് ഇപ്പോൾ ലഭ്യമായ അവസ്ഥകൾ സർക്കാരിൻ്റെ പേരിൽ കുറച്ച് പേർക്ക് ഒരു ജോലി കൊടുക്കുക, അത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയും. എന്തെങ്കിലും ചെറിയ നിത്യോപയോഗ സാധനങ്ങൾ, അവർ തമ്മിലുള്ള അടുക്കളത്തോട്ടം, അങ്ങനെ ചെറിയ കൃഷികൾ, ചെറിയ ഈ ക്യാരി ബാഗുകൾ, അത് മറ്റ് ചെറുകിട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വിപണി ലഭ്യം, അതൊക്കെ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചെടുത്ത് കുറച്ച് പേർക്ക് തൊഴിൽ നൽകിയാൽ ഒരുവിധം സാമ്പത്തിക മെച്ചം ഉണ്ടാവും. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സ്വർണ്ണവില കുറയാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒറ്റയടിക്ക് കൂടുതലായിട്ട് തീരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. സാമ്പത്തിക വ്യവസ്ഥ ഭരിക്കുന്നവർക്ക് എപ്പോഴും കൈയിട്ട് വരാനുള്ളൂ, മറ്റുള്ളവർക്ക് രക്ഷപ്പെടണമെന്ന് ഇല്ലല്ലോ. എന്താവും